ഞാനിപ്പോൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് കൂടി നോക്കാം. അതിനാദ്യം നമുക്ക് നല്ലൊരു നീഡിൽ വേണം. നല്ല നീഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ഐയുടെ ഭാഗം തൊട്ട് സൂചിയുടെ കണ്ണില്ലേ ആ ഒരു ഭാഗം തൊട്ട് ടിപ്പിൻ്റെ തൊട്ട് താഴെ വരെ ഏകദേശം ഒരേ തിക്നെസ് ഉള്ള സ്മൂത്തായിട്ടൊരു നീഡിൽ. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്ലൂ കളറും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ത്രെഡാണ്. ഇപ്പോൾ ഇതുപോലൊരു ഹോളിലൂടെ നീഡിൽ എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ചുറ്റാം. ഞാനിപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഒരു 3 ചുറ്റിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നൂലിറങ്ങി വന്നിരിക്കുന്ന ആ സെയിം ഹോളില്ലേ അതിലേക്ക് കുത്തരുത്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഏറ്റവും തൊട്ടടുത്തുള്ള പോയിന്റിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കണം. അപ്പോഴത്തേക്കും ഏകദേശം നല്ല സെറ്റായിട്ട് ഫ്രഞ്ച് നോട്ട് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റിലേക്ക് ചുറ്റുന്നതിനേക്കാളും ലെഫ്റ്റിലേക്ക് ചുറ്റുന്നതായിരിക്കും ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൂടി ചെയ്ത് നോക്കുക. ലെഫ്റ്റിലേക്ക് ഇതുപോലെ 3 ചുറ്റെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. 1 ഇതിപ്പോൾ 1ആയി, 2, 3. എന്നിട്ട് ആ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് തൊട്ടടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്കൊരു 4 ചുറ്റൊക്കെ ഇട്ടിട്ടും ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 12 സ്ട്രാൻഡ് എടുക്കുക. ഇപ്പം ഞാൻ 6 സ്ട്രാൻഡ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ചെയ്താൽ കുറേ കൂടി വലിയ ഫ്രഞ്ച് നോട്ട് കിട്ടും.